അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളൊക്കെ വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത്. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ്, നാർക്കോട്ടിക് ഓഫീസ്, ESI ഡിസ്പെൻസറി, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൗകര്യപ്രദമാകും. ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. ദേവികുളം താലൂക്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നൊരു ഇടമാണ് അടിമാലിയുടെ പ്രതീകമാണ്. ഈ അടിമാലി ടൗണുമായി ബന്ധപ്പെട്ടിട്ട് ചുറ്റളവിൽ 1-2 കിലോമീറ്റർ ചുറ്റളവിലാണ് അടിമാലിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിവിധ സർക്കാർ ഓഫീസുകൾ വർഷങ്ങളായി വാടകയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സിവിൽ സ്റ്റേഷൻ എന്നുള്ള ഒരു ഉപാധി മുൻകാലങ്ങളിൽ നിരവധി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടെങ്കിലും അടിമാലിയുടെ ഒരു വികസന മുഖമായ ഒരു സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത് മാറി മാറി വന്ന് ഗവൺമെന്റിൽ ഒന്നും നടത്തിയിട്ടുള്ള കാര്യം വസ്തുതയാണ്. ഇത് കണക്കിലെടുത്ത് പുതിയ MLAയും പുതിയ സർക്കാരും അധികാരത്തിൽ ഏൽക്കുമ്പോൾ അടിമാലിയിൽ പുതിയ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് പുതിയ ഒരു സിവിൽ സ്റ്റേഷൻ തുടങ്ങാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനു വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. 1/2 ഡസനിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി ടൗണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം. സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക ഇനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം. സിറ്റി വിഷൻ, അടിമാലി.